കോഴി പിന്നെ മുട്ടയൊന്നും കിട്ടില്ല, മുട്ട അവിടെ വെച്ചില്ല, അതുകൊണ്ടായിരിക്കും. വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടോന്ന് അറിയത്തില്ല ഇനി. ഇതി അവിടെ അടുത്തോ ബാ റോക്കി. സിംബ ബാ, സിംബ ബാ. സിംബ ബാ, റോക്കി ബാ, വാടാ ബാ ബാ. മുട്ടയിടാൻ കയറുന്നതെന്ന് തോന്നുന്നു. മറ്റേ മുട്ട ഇരിപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട്. ഉണ്ടോ? മറ്റേ മുട്ട വെച്ച് കൊടുക്കണം, അല്ലാതെ അവൻ ഇടത്തില്ല. ദുർണം അങ്ങ് വെച്ച് കൊടുക്കാം, അപ്പോൾ ഇടുമായിരിക്കും. പിടിച്ചിട്ടിട്ടോ കയറിയിരുന്നില്ല, ഇറങ്ങിപ്പോന്നു. ഇപ്പം രണ്ടാമത് പിന്നെ തന്നെ കയറി. ഇരി സിംബ, ഇരി സിംബ, ഇരി സിംബ.
പെടനകത്ത് കയറ്റിയിരുത്തിയിട്ട് പോകാനവിടെ കാവൽ നിൽക്കുക. ഇതിങ്ങി ഇറങ്ങിപ്പോന്നു. അല്ല അവിടെ 2 പട്ടി കുഞ്ഞുങ്ങൾ. കണ്ടോണം കണ്ടോണം ഇവിടെ എനിക്ക് ഇഷ്ടം നിന്റെ സ്വഭാവം ഇഷ്ടമില്ലാത്തറിയോ? അതല്ല ഇത് കൊണ്ട് തരാന് അഭിപ്രായം. ഇട്ടാണ് രണ്ടും കൂടെ തുടങ്ങിയിരിക്കും. ഒരാൾക്കായിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. കൈ വേനെടുക്കുകയല്ലേ ഏട്ടാ? കുത്തുന്നതല്ലേ? പാവം മറ്റുള്ളവർ നോക്കിക്കുക. ഇവിടെ രണ്ടെണ്ണം കാണിക്കുന്ന പണികളുണ്ടോ?
എൻ്റെ കൈ പോകുന്നു. ഇവിടെ എന്നാ പരിപാടി? ഇതൊന്നും വേണ്ട. അയ്യോ ആ ഇങ്ങോട്ട് പോന്നേ. അവിടെ ഇരിക്കട്ടല്ലേ. ഇന്നലെ മുട്ട വെച്ച് കൊടുക്കാഞ്ഞുകൊണ്ട് അത് മുട്ട ഇട്ടില്ല. എന്തുകൊണ്ടാണോ, അതുകൊണ്ടാണോ അതോ വേറെ എവിടെയെങ്കിലും ഇട്ടോ എന്നാന്ന് അറിയത്തില്ല. ഹലോ, എന്നാണ്ട്? My father is coming. Father is coming. ഓ, ഇന്ന് റോസ് ഷർട്ട് മാറി പച്ച ഷർട്ടാക്കി. വളരെ സന്തോഷം. അതെന്നാന്നറിയാവോ? ജയച്ചാച്ചി വരുമെന്ന് അറിയത്തില്ലായിരുന്നു. ജയച്ചാച്ചി വരുമെന്ന് അറിയത്തില്ലായിരുന്നു. എണീറ്റ് അവിടെ വെളിയിൽ ഇറങ്ങിയില്ലായിരുന്നു. ഓ, നാട്ടിലുള്ള എല്ലാവരെയും ഇനി വിളിക്കും. പക്ഷെ ആ പാട്ട് നിർത്താവോ? ഓക്കെ ഗൂഗിൾ, സ്റ്റോപ്പ്. ലൈറ്റ് വന്നിട്ടെ. എന്നാ പറ്റിയത്? ആർക്കെന്നാ പറ്റിയത്? ഓ, രാവിലെ എണീറ്റൊന്ന് കുളിച്ചിട്ടൊക്കെ കിടന്നിട്ട് ചേച്ചാനൊക്കെ അടുത്ത് മുന്നേ വയ്യാഴിയൊക്കെ ഒന്ന് അഭിനയിക്കുന്നതല്ലേ. ഇതെന്താ എനിക്ക് അങ്ങൊന്നും അഭിനയിക്കാനും പറ്റത്തില്ലല്ലേ അമ്മേ? ഇത്ര നേരം കുഴപ്പമില്ല, കുളിയൊക്കെ കഴിഞ്ഞിട്ടിരുന്നാ. നീ പല്ല് തേച്ചോ? പല്ല് തേച്ച് കുളിക്കാതിരിയല. ചേച്ചാച്ചിയുടെ ഒരു ഇത് കൊണ്ട് കൊടുക്കാൻ ആരും ഇല്ല ഇവിടെ. ശാംഭവി, ചേച്ചാച്ചിക്ക് ആണോ? ഇല്ല, ചേച്ചാച്ചി കൊണ്ട് ഇപ്പൊ വേണ്ട. പല്ല് തേച്ച് കുളിയും കഴിയാതെ ഇപ്പൊ എണീറ്റ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. കണ്ണും തിരുമി. ഞാൻ പോവാ. തന്നെ വിളിക്കണ്ട. നാരായണി ഇവിടെ പോയി കുളിപ്പിച്ചേ.
എവിടെ ചെല്ലേ? പണിയില്ലേ? ആഹാ അവിടെയോ? അല്ല പിന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം എല്ലാം കറക്റ്റായിട്ട് നടക്കണം. പൈസ മുടക്കാനും കഴിയില്ല. ഓ ഇന്നലെ പറഞ്ഞ കേട്ടോ അറിയത്തില്ലായിരുന്നു. കൊണ്ടുവന്നോ ഇവിടെ പൊറോട്ട ഇല്ലല്ലോ? ഹായ്, ഞാൻ അടുത്ത ദിവസം ചേച്ചിയുടെ ഞാൻ അപ്പയുടെ ഞാൻ നോക്കിയിരുന്നു ജയമയും ശ്യാമയോട് ഭൂമിക്കെടുത്തു. ഞാൻ ജയമയുടെ കൂടെ കിടന്നോളാ ശ്യാമ അമ്മ, ഞാൻ ജയമയുടെ കൂടെ കിടന്നോളാവേ കേട്ടോ. ഞാൻ ജയമയുടെ കൂടെ ഫോൺ കാണും. ഫോൺ കാണാവേ, ഫോൺ കാണും, ചോദിച്ചു കാണും. ഇതെന്നൊക്കെ അപ്പൊ ഉണ്ടാക്കുന്ന അപ്പൊ അതിനെ എന്താ ഉണ്ടാക്കുന്ന അപ്പ? കപ്പ ചൂടാക്കാം. കപ്പയുണ്ട്, ചക്കയുണ്ട്, മുറിച്ചാക്കാം. നിനക്ക് വേണ്ടേ? ഓ പിന്നെ വലിയ സൂപ്പറൊന്നും ഇറാനില്ല തന്നെ അത്. കഴിഞ്ഞ ഇന്നലെ മുട്ട ഇട്ടില്ല കോഴി, മുട്ട വെച്ചില്ലായിരുന്നു. ഇന്ന് രാവിലെ കൊണ്ട് ഞാൻ മുട്ട വെച്ചു, അപ്പോഴേ കയറി മുട്ട ഇട്ടു. ചില കോഴി അങ്ങനെ, എല്ലാ കോഴി അങ്ങനെയല്ല, ചിലത് മുട്ട ഒരു ദിവസം ഇടണമെന്ന് കണ്ടാൽ ആ മുട്ടയില്ലെന്നും പറഞ്ഞ് മുട്ട വരാതിരിക്കുക. ചില മുട്ട വരും, പക്ഷെ വെളിയിൽ കൊണ്ടിടുന്ന പറഞ്ഞു. വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടിടും. കാരണം മുട്ട കണ്ടില്ലെങ്കിലേ ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ ദിവസം മുട്ട കണ്ടില്ലെങ്കിൽ അവിടെ നേരെ കൊണ്ടുപോയെന്ന് വെച്ചിട്ട് അടുത്ത സ്ഥലം പിടിക്കും. മുട്ട വെക്കാം. കോഴി നാലിരുന്നുണ്ടോ ചിലപ്പോ ഒന്നരാനായിരിക്കുന്നേ. ആ ചിലപ്പോ ഒന്നരാനായിരിക്കും. എന്നാലും ഇന്നലെ ഇട്ടില്ല. ഡെമ്മി ഉണ്ട്, അതിന് മേടിക്കാൻ കിട്ടുമല്ലോ ഡെമ്മി മുട്ട അങ്ങനെ വെക്കാൻ വേണ്ടി. പാമ്പ് വരുന്നത് ഇവിടെ പാമ്പ് വന്നുകൊണ്ടിരുന്നത് നമ്മൾ താറാവ് ഉണ്ടായിരുന്നു. അപ്പം അട വെച്ചിരിക്കുമ്പോഴല്ല, മുട്ട ഇടുമ്പോഴല്ല. മുട്ട ഇടുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല, അട വെക്കുമ്പോഴും കുഴപ്പമില്ല. അട വെച്ച് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. ആ സാധനം വരുമ്പോൾ തന്നെ 10-12 ചിലപ്പോൾ 10 ദിവസമൊന്നും അല്ല, 20 ദിവസം, അതിന് 35 ദിവസം വേണമായിരുന്നു വിരിയാൻ വേണ്ടി. അന്നേരം ഒരു ലാസ്റ്റ് ആകുമ്പോഴാണ് ചിലപ്പം വിരിയുന്നൊന്നൊക്കെയാണ് വരുന്നത്. ഒരു ദിവസം വിരിഞ്ഞ് ഇറങ്ങി അന്ന് വന്ന് പിടിച്ചോണ്ട് പോയാൽ ഓർക്കുന്നുണ്ടോ? വിരിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓരോന്നിനെ പിടിക്കുക. 3-4 പിടിക്കുന്നു ചോദിച്ചു. തോടും കളയണ്ട. അന്നേരം വരുന്ന ചേരൊന്നും വരത്തില്ല, ചേര വരത്തില്ല. വരുന്നത് എമണ്ട സാധന മൂർക്കനും പിന്നെ എനിക്കറിയത്തില്ലാത്ത കുറെ സാധനങ്ങള്. രാജവമ്പാല പറ്റുന്ന സാധനമൊക്കെ രാജവമ്പാലാണോ എന്നോ അതുപോലെ വലിപ്പം. ഞാൻ കണ്ടതല്ലേ, അതിനപ്പുറം ഉണ്ടോ? അതിനൊന്ന് കാണണമായിരുന്നു. ഇങ്ങനെ ഇവിടെ ചാമ്പൂടിനെ എറുപ്പണിയായിട്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ ആയിരുന്നു അന്നേരം കൂട് വെച്ചിരുന്നത്. ആ കൂടായിട്ട് ഒറ്റ വിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിടാനായിട്ട് നോക്കുമ്പോഴത്തേനും ജനലിൽ കൂടെ നോക്കുമ്പോൾ പാമ്പ് അന്ന് അയലിതിന് പോകാണ്ട് ഞാൻ ഇല്ല. ഈ പാമ്പ് വന്നിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടല്ലോ, അതിന്റെ നീളം എന്തായാലും ഉണ്ടായിരുന്നറിയോ? എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ നല്ല 2 കളറുണ്ട്, കറുപ്പ് നിറവും ഇത് ഈ മുന്തിരിയുടെ ലൈറ്റ് കളറില്. എന്നിട്ട് നല്ല പത്തിയൊക്കെ വിരിച്ച് ഇവന് ഒറ്റ വെച്ചപ്പോഴത്തേന് ഇവന് ഒറ്റ ഒരു നോട്ടം വരുന്നു. പത്തി എന്ന് പറഞ്ഞ വലിയ പത്തിയല്ല, അങ്ങനല്ല. ഇവൻ ഇങ്ങനെ ഒരു നോട്ടം, വെള്ളം വരയൊക്കെ ആയിട്ട്. സാധാ മൂർഖന് കോബ്രായ്ക്കൊന്നും അത്രയില്ല, ഇത് കിങ് കോബ്രായ്ക്ക് ഈ വര വരുന്നത്. ഇതിവൻ ഇങ്ങനെ നോക്കിയിട്ട് എന്റെ ഭഗവാനെ നോക്കുമ്പോ മുട്ട ഇങ്ങനെ മിഴുങ്ങിട്ട് പോവാ. താറാവ് അടയിരിക്കും, മുട്ടയായിട്ടിരിക്കുമല്ലേ. ഒരു കഴിയുമ്പോഴത്തേനും വരും. വന്നിട്ട് എന്താന്ന് വെച്ചാൽ ഈ കോഴിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പത്തി വിരിക്കും.
അപ്പൊ ഈ അത് എങ്ങോട്ട് പോയോ ഒന്നും കോഴി എന്താ അല്ല താറാവ അപ്പോഴത്തേന് ഈ പൊരുന്ന ആയതുകൊണ്ട് ഇവന് കരിപ്പല്ല ഒരു കൊത്തം കുറ്റി കൊടുക്കും. അന്നേരം തിരിച്ചു ഒറ്റ കീറം കൊടുക്കും പാമ്പ്. അന്നേരം അവിടെ നിന്ന് ഇറങ്ങി ഓടും താറാവ്. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയി കിടന്ന് ചാവും. ഈ പാറപ്പുറത്ത് കിടന്ന 3 എണ്ണം ചത്തു. ഇവന് ഒത്തുന്ന ഒറ്റോട്ട് ഇത് പെടച്ച് ഓടിട്ട് വന്നിട്ട് അത് ഈ പാറപ്പുറത്തോട് വരികയും നിമിഷ നേരം കൊണ്ടാ ചത്തു. അതുപോലെ ഞാൻ 2-3 മുട്ട പോകുന്നു. ബാക്കി ഞാന് മുട്ട എടുത്തിട്ട് പിന്നെ ഒരു മുട്ട അവിടെ വെച്ചു. അന്ന് പിന്നെ കൽക്കം മറ്റേ സാധനം അത് അവിടെ പോയി മുട്ടയിട്ടിട്ട് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ അവിടെ മുട്ടയിടാൻ ഇരിക്കുന്നുണ്ടത്. അപ്പൊ കുറച്ച് കഴിയുമ്പോ അത് ഈ പാറപ്പുറം ചത്ത് കിടക്കുന്നു, മുട്ടയും ഇല്ല. അല്ല എന്ത് കൽക്കം താറാവ് കിണ്ടി കുടച്ചക്രം എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പോയി. അപ്പൊ എല്ലാരും പറഞ്ഞു ആദ്യമൊന്നും ഇല്ലായിരുന്നു ആകെപ്പാടെ. കേക്ക ശ്രീകൃഷ്ണ പിറക്കാൻ നേരത്തെ എല്ലാം ചത്തിട്ടാണല്ലോ, എല്ലാം കുറെ പിള്ളേരെ കൊന്നിട്ട് അതുപോലെ ഇത് പിറക്കുന്നതിന് എല്ലാം ചാവുവാണല്ലോ. ഈ വീട്ടിലെ എല്ലാ സാധനം മുയല് ചാവുന്നു, എല്ലാം ചാവുവാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തോ ശ്രീകൃഷ്ണനായിരിക്കും. ആദ്യം 3 എണ്ണത്തിനെ മേടിച്ച രാവിലെ ഉണ്ടല്ലേ ചേച്ചാ അമ്മ ബാത്റൂമിൽ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഞാൻ അമ്മ ബാത്റൂമിൽ കഥ കിടക്കുക ചാടി വേണ്ടിട്ട് നമ്മളെ ഫോൺ എടുത്തു. കൊടുത്തിങ്ങനെ നോക്കിക്കൊടുത്തപ്പോ അമ്മ എണീറ്റ് അമ്മയുടെ ശബ്ദം കേട്ടപ്പോ അതുകൊണ്ട് വെക്കുന്ന വെപ്രാളം കാണും. അത് വിളച്ചില് ശാമ്പുവിടെ കേട്ടോ 3 താറാവിനെ മേടിച്ച 25 എണ്ണം 23-24 എണ്ണം വരെ ആയിരുന്നു. അന്നേരം ഇത് ഓരോന്നിനെ അതുവരെ പാമ്പിന്റെ ശല്യം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പാമ്പിന്റെ ശല്യം വരാൻ തുടങ്ങി പയ്യെ പോയി. അത് കൂടാതെ കൽക്കം ഉണ്ടായിരുന്നു, താറാവ് ഉണ്ടായിരുന്നു, കൽക്കം ഉണ്ടായിരുന്നു, ഗിരി ഉണ്ടായിരുന്നു. ഇപ്പൊ എലി അധികമല്ലോ ഉണ്ട്. വെള്ളം കുടിക്കാൻ അവിടെ വരും. ഇതിന്റെ അവിടെ ഒരു കുഞ്ഞിരുന്ന് നീർക്കോലിയാന്ന് തോന്നുന്നു. മഞ്ഞച്ചേരയൊക്കെ വരുള്ളൂ, വേറൊന്നുമില്ല.